സൈബർ അധിക്ഷേപത്തിനെതിരെ എറണാകുളത്തെ CPIM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ കേസെടുത്ത് ആലുവ സൈബർ പോലീസ്. ഓൺലൈൻ മാധ്യമങ്ങൾക്കും 5 കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾക്കും എതിരെയാണ് കേസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാണ് കേസ്. KJ ഷൈനിന് മൊഴി പോലീസ് വീട്ടിലെത്തി രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്നാണ് KJ ഷൈനിന്റെ ആരോപണം. അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പം എൻ്റെ മക്കൾ തെറ്റ് ചെയ്തത് ഞാൻ അറിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. സൈബർ അധിക്ഷേപത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് പ്രചാരണം അഴിച്ചുവിട്ടതെന്ന് KN ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഈ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവാദം അത് കൊച്ചിയിൽ ഏത് രീതിയിലാണ് ചർച്ചയാക്കപ്പെടുന്നത്? ഇപ്പോൾ അതൊരു പരാതിയായി വരുന്നു, അതിൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. നിലവിൽ അത് CPIM ഉം കോൺഗ്രസും എങ്ങനെയാണ് ഈ വിവാദത്തെ കാണുന്നത്? പ്രജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സൈബർ അധിക്ഷേപത്തിനും IT ആക്ട് പ്രകാരമുള്ള വിവിധ വകുപ്പുകളും കേരള പോലീസ് ആക്ട് പ്രകാരവുമാണ് CK ഗോപാലകൃഷ്ണൻ എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെയും KM ഷാജഹാനെയും പ്രതിയാക്കിക്കൊണ്ട് എറണാകുളം റൂറൽ സൈബർ പോലീസ് KJ ഷൈൻ്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 78, 79, 35, IT ആക്ടിലെ 67 വകുപ്പും കേരള പോലീസ് ആക്ടിലെ 120O ഈ വകുപ്പുകളാണ് പ്രതികൾക്കെതിരായിട്ട് ചുമത്തിയിരിക്കുന്നത്. ഷൈൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഷൈൻ നൽകിയിരിക്കുന്ന പ്രധാന ആരോപണം തനിക്കെതിരായിട്ടൊരു പത്രത്തിൽ വ്യാജവാർത്ത വരികയും അതിലൂടെ തന്നെ മാനഹാനി വരുത്തുകയും കുടുംബത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിൽ സൈബർ അധിക്ഷേപം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഇന്നലെ വരെ ഇത് അന്തരീക്ഷത്തിൽ നിറഞ്ഞെന്ന ഒരു ആരോപണമായിരുന്നെങ്കിൽ KJ ഷൈൻ്റെയും KN ഉണ്ണികൃഷ്ണൻ്റെയും പ്രതികരണങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ വിഷയം രാഷ്ട്രീയമായുള്ള വേർതിരിവുകൾക്കും കാരണമായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസും CPIM തമ്മിലുള്ള മുഖാമുഖമുള്ള സൈബർ ഏറ്റുമുട്ടലുകളും നടക്കുകയാണ്. ഏതായാലും ഈ കേസിൽ ഇനി ആരൊക്കെ പ്രതികളാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.